മകളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സെക്ഷൻ 5.3യുടെ ക്യാരക്ടറൈസേഷൻ ഓഫ് റീമാൻ ആൻഡ് ലെബേക്ക് ഇൻറ്റഗ്രബിലിറ്റിയാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ലെബേക്ക് ഇൻറ്റഗ്രബിലിറ്റിയും അതുപോലെ തന്നെ മെഷറബിലിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ ആദ്യത്തെ ലെമ്മയെ നമുക്ക് നോക്കാം. രണ്ട് സീക്വൻസ് ഓഫ് ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് തന്നിരിക്കുന്നു, ഫൈ എന്നും സൈ എന്നും. അതിൽ ഫൈ എൻ ഇൻക്രീസിങ്, സൈ എൻ ഡിക്രീസിങ്ങുമാണ്. ഓക്കെ, കൂടാതെ എഫ് എന്ന ഫംഗ്ഷൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ ഈ ഇയിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ലൈ ചെയ്യുന്നത് ഈ രണ്ട് ഫംഗ്ഷനിടയിലാണ്. അതായത് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ഓൺ ഇ ഫോർ ഓൾ എൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൺ ആണ്. ഇനി പറയുന്നത് ഇഫ് ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഫൈ എൻ 0 ആണെങ്കിൽ, അതായത് അവരുടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്, ഡിഫറൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ ഇവർ രണ്ടു പേരും എഫിലേക്ക് കൺവേർജ് ചെയ്യും പോയിൻ്റ് വൈസിൽ ചെയ്യുന്നു. ഈ എഫ് ഇൻ്റഗ്രബിൾ ആണെന്നും കൂടാതെ ഇവർ ഈ രണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ചബിളും ആണെന്നാണ് ഈ ലെമ്മ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ ലിമിറ്റ് എൻ ടെൻസ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഫൈൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ബോത്ത് ഫങ്ഷൻസ് ടെൻസ് ടു എഫ് പോയിൻ്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവർ ആൻഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ. അഡീഷണലി ലിമിറ്റ് ആൻഡ് ഇൻ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ ഫോർ ബോത്ത് ദ സീക്വൻസ് ഫൈ എൻ ആൻഡ് സൈ എൻ. ഓക്കെ, അപ്പോൾ പ്രൂഫിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഗിവൺ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? രണ്ട് സീക്വൻസ് തന്നിരിക്കുന്നു. രണ്ട് സീക്വൻസിലുള്ള ഫങ്ഷൻസ് ഇൻ്റഗ്രബിൾ ആണ്. ഫസ്റ്റ് വൺ ഇൻക്രീസിങ്, സെക്കൻഡ് വൺ ഡിക്രീസിങ്, ആൻഡ് ഗിവൺ ഫങ്ഷൻ എഫ് ലൈസ് ബിറ്റ്വീൻ ദീസ് ടു, അല്ലേ? അത് രണ്ടിനും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. പിന്നെ എന്ത് അസ്യൂം ചെയ്യുന്നു? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് വരാം. ഫൈ എന്നും സൈ എന്നും എഫിലേക്ക് പോകുന്നതെന്നാണ് ആദ്യം പ്രൂവ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുവേണ്ടി ഈ ഫൈ എന്നിൻ്റെയും സൈ എന്നിൻ്റെയും ലിമിറ്റ് കൺസിഡർ ചെയ്യണം. ഫോർ ഈച്ച് പോയിൻറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് വി ക്യാൻ ഡിഫൈൻ ടു ഫങ്ഷൻസ്, ഫൈ സ്റ്റാർ ആസ് ദ ലിമിറ്റ് ഓഫ് ഫൈ എൻ ആൻഡ് സൈ സ്റ്റാർ ആസ് ദി ലിമിറ്റ് ഓഫ് സൈ എൻ. ഇനി ഈ ലിമിറ്റിംഗ് വാല്യൂ വേണമെങ്കിൽ ഇൻഫിനിറ്റി വേണമെങ്കിൽ വരാം. അതുകൊണ്ട് ഇപ്പോൾ ഇൻക്രീസിങ് ആയിട്ടുള്ള പോകുന്ന ഫൈ എന്നിൻ്റെ വാല്യൂ മാക്സിമം ഇൻഫിനിറ്റിയിലെത്താം. ഡിക്രീസിങ് ആവുന്ന സൈ എൻ്റെ വാല്യൂ മാക്സിമം വേണമെങ്കിൽ എന്തുകൂടി ആവാം, അല്ല മിനിമം എന്തിലേക്ക് പോവാം? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാം. സോ ഈ ഫൈ സ്റ്റാറും സൈ സ്റ്റാറും എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ഫൈ എൻ എന്ത് ഫങ്ഷനാണ്? ഇൻ്റഗ്രബിൾ ഫങ്ഷനാണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഫൈ എൻ ആൻഡ് സൈ എൻ ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? രണ്ടുപേരും ഇൻക്രീസിങ് ആണ്, ഒരാൾ ഇൻക്രീസിങ് ഒരാൾ ഡിക്രീസിങ് ആണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ മോണോട്ടോണിക് ഫങ്ഷൻസ് ആണ്. വി നോ ദാറ്റ് എവരി മോണോട്ടോണിക് ഫങ്ഷൻ ഈസ് മെഷറബിൾ. ഓക്കെ, അപ്പോൾ ഫൈ എന്നും സൈ എന്നും മെഷറബിൾ ഫങ്ഷൻസ് ആണെന്ന് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യണം. ഇതിനകത്ത് പറയാതെ പോയ കാര്യമാണ്. ഫൈ എൻ ആൻഡ് സൈ എൻ ആർ മോണോട്ടോണിക് ഫങ്ഷൻസ്, ബോത്ത് ആർ മെഷറബിൾ, ആൻഡ് ഫൈ സ്റ്റാർ ആൻഡ് സൈ സ്റ്റാർ ആർ ദ കറസ്പോണ്ടിങ് പോയിൻറ്റ് വൈസ് ലിമിറ്റ്സ്. പോയിൻറ്റ് വൈസ് ലിമിറ്റ്സ് ഓഫ് മെഷറബിൾ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഷുഡ് ബി മെഷറബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈ സ്റ്റാറും സൈ സ്റ്റാറും എന്തായി മാറുന്നു? മെഷറബിളായി മാറും. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. ഇനി ഫൈ എന്നിനും സൈ എന്നിനും ഇടയിലാണ് എഫ് ലൈ ചെയ്യുന്നത്. ഫൈ എൻ ഈ ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് അത് എവിടേക്കാണ് കൺവേർജ് ചെയ്യാനുള്ള പോസിബിലിറ്റി? അതിൻ്റെ സുപ്രീമത്തിലേക്കും. അതുപോലെ സൈ എൻ ഡിക്രീസിങ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻഫിനിറ്റിയിലേക്ക് വരും. സുപ്രീമത്തിൻ്റെ മറ്റൊരു പേരാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഇനി ഗിവൺ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ പ്രകാരം ഫൈ എൻ ലെസ് ആർ ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആക്ട് ആസ് ദി അപ്പർ ബൗണ്ട് ഓഫ് ഫൈ എന്നുമായിരിക്കും, ലോവർ ബൗണ്ട് ഓഫ് സൈ എന്നുമായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് നടപ്പാകുന്നത്. അപ്പോൾ ഇവിടെ ഫൈ സ്റ്റാർ എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്, എഫ് അപ്പർ ബൗണ്ടാണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ടിനേക്കാൾ വലുതായിരിക്കും അപ്പർ ബൗണ്ട്. അതുപോലെ തന്നെ സൈ എന്നിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് സൈ സ്റ്റാർ. എഫ് എന്ന് പറയുന്നത് ലോവർ ബൗണ്ടുമാണ്. ലോവർ ബൗണ്ടിനേക്കാൾ വലുതായിരിക്കും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. സോ യു ഗോട്ട് ദാറ്റ് ഇൻഇക്വാളിറ്റി 1. 1ലുള്ള ഇൻഇക്വാളിറ്റി കിട്ടും. ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ഓൺ ഇ ഫോർ ഓൾ എൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയാം, ഇതുപയോഗിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഫൈ സ്റ്റാറും സൈ സ്റ്റാറിൻ്റെ വില സൈ എന്നിനും ഫൈ എന്നിനും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് കിട്ടും? സൈ എൻ മൈനസ് ഫൈ എന്നിൻ്റെ വാല്യൂ
സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാറിനേക്കാൾ വലുതായിരിക്കും. ദാറ്റ് മീൻസ് സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ മൈനസ് ഫൈവ് എൻ ആയിരിക്കും. കൂടാതെ നോൺ നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ് മൈനസ് ലെഫ്റ്റ് ആൾവേസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ മൈനസ് ഫൈവ് എന്ന് കിട്ടുന്നു. ഇനി ഫംഗ്ഷൻസ് എന്താണ് ഇവിടെ സൈ എൻ മൈനസ് ഫൈവ്. ഇനി ഇൻറ്റഗ്രബിലിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻറ്റഗ്രബിലിറ്റി അല്ല, ഇൻറ്റഗ്രൽ അപ്ലൈ ചെയ്യാം. മോണോട്ടോണോസിറ്റി ഓഫ് ഇൻറ്റഗ്രേഷനും ലീനിയാരിറ്റിയും നമുക്ക് അറ്റ് എ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മോണോട്ടോണോസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഫൈവ് എൻ ഫോർ വരെ. അപ്പോൾ ഇത് എന്തുകൊണ്ട് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, 1ൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ലിമിറ്റ്, ദിസ് ഇസ് ട്രൂ ഫോർ എവരി എൻ മീൻസ് ലിമിറ്റ് അപ്ലൈ ചെയ്താലും വർക്ക് ചെയ്യും. ലിമിറ്റ് ഓൾറെഡി നമ്മൾ അസംഷനിലുള്ളതാണ്. ലിമിറ്റിംഗ് വാല്യൂ 0 ആണ് റൈറ്റിൻ്റെ, ലെഫ്റ്റ് ഓൾറെഡി 0 ആണ്. സാൻഡ്വിച്ച് തിയറം അല്ലെങ്കിൽ സ്ക്വീസ് തിയറം പ്രകാരം മിഡിൽ ടേമിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. ലിമിറ്റിംഗ് വാല്യൂ 0 ആയിരിക്കും. ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റഗ്രൽ ഓവർ സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ 0 മീൻസ് ആ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ എന്നാണ്. അപ്പോൾ ഇവിടെ സൈ സ്റ്റാർ മൈനസ് ഫൈവ് സ്റ്റാർ ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ മീൻസ് സൈ സ്റ്റാർ ഈക്വൽ ടു ഫൈവ് സ്റ്റാർ എന്ന് കിട്ടും. ഓക്കെ, ആൾമോസ്റ്റ് എവരിവെയർ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻഇക്വാളിറ്റി 1ൽ അത് കൊടുക്കുമ്പോൾ സൈ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഈക്വൽ ആവുകയാണെങ്കിൽ ആക്ച്വലി സൈ സ്റ്റാറും ഫൈവ് സ്റ്റാർ ഈക്വൽ ടു എഫ് ആൾമോസ്റ്റ് എവരിവെയർ ആയി മാറുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഫൈവ് എൻ ടെൻസ് ടു ഫൈവ് സ്റ്റാർ ആണ്. ദാറ്റ് മീൻസ് ഫൈവ് എൻ ടെൻസ് ടു എഫ് ആൻഡ് സൈ എൻ ടെൻസ് ടു എഫ്. ദാറ്റ് മീൻസ് എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ ആകും. കാരണം എന്താ, ഫൈവ് സ്റ്റാറും സൈ സ്റ്റാർ മെഷറബിൾ ആയതുകൊണ്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ആളും മെഷറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫിൻ്റെ മെഷറബിലിറ്റി നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യേണ്ട എഫിൻ്റെ ഇൻറ്റഗ്രബിലിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കാം, ഈ ഇക്വേഷൻ 1ൽ തന്നെ 5 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 എന്നാണ് കിട്ടുക. അപ്പോൾ എന്തായാലും എഫ് മൈനസ് 5 എന്ന് പറയുന്ന വാല്യൂ, എഫ് മൈനസ് 5 എന്ന് പറയുന്ന വാല്യൂ മസ്റ്റായിട്ട് ആരെയൊക്കെ കുറവായിരിക്കും, സൈ 1 മൈനസ് 5 കുറവായിരിക്കും. നോൺ നെഗറ്റീവ് ആയിരിക്കും രണ്ടും. ഓക്കെ, ഇനി സൈ 1ഉം 5 എന്ത് ഫംഗ്ഷൻസ് ആണ്, ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സൈ 1 മൈനസ് 5. പക്ഷേ സൈ 1ഉം 5 ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ഡിഫറൻസ് ഓഫ് ടു ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ അഗൈൻ ഇൻറ്റഗ്രബിൾ. സോ ഇൻറ്റഗ്രൽ ഓവർ ഈ 5 മൈനസ് സൈ 1ൻ്റെ മോഡ് വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് മോഡിന് ആവശ്യമില്ല. ദെർഫോർ ഇൻറ്റഗ്രൽ ഓവർ അതിനേക്കാൾ ചെറുതായിട്ടുള്ള ആളാണ് അത് എഫ് മൈനസ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ മോഡ് എഫ് മൈനസ് 5ൻ്റെ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദെർഫോർ എഫ് മൈനസ് 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. കാരണം ഇൻറ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആവുന്നതുകൊണ്ട് മോഡ് ഇൻറ്റഗ്രൽ വാല്യൂ ആണ്. മോഡ് എന്ന് പറയുന്ന ആവശ്യമില്ല ഇവിടെ, കാരണം നോൺ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട്. സോ എഫ് മൈനസ് 5 ഇൻറ്റഗ്രബിൾ ആണ്. ഇനി 5 ഓൾറെഡി ഇൻറ്റഗ്രബിൾ ആണ്, എഫ് മൈനസ് 5 ഇൻറ്റഗ്രബിൾ ആണ്. ജസ്റ്റ് സം ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ടു ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് അഗൈൻ ഇൻറ്റഗ്രബിൾ. സോ എഫ് മൈനസ് 5 പ്ലസ് 5 ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. എഫ് ഈസ് ഇൻറ്റഗ്രബിൾ. അപ്പോൾ ഇൻറ്റഗ്രബിലിറ്റി കിട്ടി. ഇനി നമുക്ക് ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ച് എന്ന് കിട്ടണം. ഇക്വേഷൻ 1ൽ തന്നെ നമ്മൾ ജസ്റ്റ് ആ മോണോട്ടോണിക് പ്രോപ്പർട്ടിയും ലീനിയാരിറ്റി ഓഫ് ഇൻറ്റഗ്രേഷനും അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഫൈവ് എൻ മൈനസ് എഫിൻ്റെ വാല്യൂ എന്തായാലും സൈ എൻ മൈനസ് എഫിൻ്റെ വാല്യൂ സൈ എൻ മൈനസ് 5 കുറവാണ്. പക്ഷേ ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് 5 പറഞ്ഞാൽ ആരാ, ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ആണ്. അപ്പോൾ അത് അവിടെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ലീനിയാരിറ്റിയിൽ കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് 5. ഇതേ കാര്യം ആരിൽ കൂടി വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എഫ് മൈനസ് 5 വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ ഓവർ എഫ് മൈനസ് ഇൻറ്റഗ്രൽ ഓവർ 5 ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് മൈനസ് 5 ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് 5 കിട്ടുന്നു. ഇനി ലിമിറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എവരി എൻ ആണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സൈഡും റൈറ്റ് സൈഡ് 0 കിട്ടും, ലെഫ്റ്റ് ഓൾറെഡി 0 ആണ്. അത് മിഡിലിൻ്റെ ലിമിറ്റും എന്തായിരിക്കും, സാൻഡ്വിച്ച് തിയറം പ്രകാരം 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ എഫ് മൈനസ് 5 ഈക്വൽ ടു 0. അതുപോലെ തന്നെ സൈ എൻ മൈനസ് എഫിൻ്റെ ഇൻറ്റഗ്രൽ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ലീനിയാരിറ്റി കൊടുക്കുന്ന സമയത്ത് ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ 5 ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈക്വൽ ടു ലിമിറ്റ് ടെൻഡൻസ് ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ സൈ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് നമുക്ക് എഫ് മെഷറബിലിറ്റി പ്രൂവ് ചെയ്തു, ദെൻ എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു, അതിനുശേഷം ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പം അടുത്ത തിയറം വളരെ രസകരമായ ഒരു തിയറമാണ്. ആ തിയറത്തിനകത്ത് പറയുന്നത്
ഒരു ഫംഗ്ഷൻ ബൗണ്ടഡുമാണ്, ബൗണ്ടഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അതായത് ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണ്, അതിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ ഇൻറ്റഗ്രബിലിറ്റിയും മെഷറബിലിറ്റിയും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടെങ്കിൽ മെഷറബിലിറ്റി ഉണ്ട്, മെഷറബിലിറ്റി ഉണ്ടെങ്കിൽ ഇൻറ്റഗ്രബിലിറ്റി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് ചെയ്ത് ഗിവൺ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഇറ്റ് ഈസ് മെഷറബിൾ എന്ന് പറഞ്ഞു. മെഷറബിൾ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷനാണ്. സെക്ഷൻ 4.2 തിയറം 4 പ്രകാരം ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഇൻറ്റഗ്രൽ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി ഇൻറ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി കോൺവേഴ്സ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കോൺവേഴ്സിലി സപ്പോസ് ദാറ്റ് എന്ന് പറയുന്നു ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആണ്, കൂടാതെ അത് ഇൻറ്റഗ്രബിളുമാണ്. ലെബേഗ് ഇൻറ്റഗ്രബിളാണ്. ലെബേഗ് ഇൻറ്റഗ്രബിൾ പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് ഓഫ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ് അർത്ഥം. ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് ഓഫ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, പക്ഷേ നമുക്ക് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ അല്ല, ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ ലെബേഗ് ഇൻറ്റഗ്രൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷനിലെ വെച്ചുകൊണ്ടാണ്. അതായത് എഫിനേക്കാൾ ചെറിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽ എടുത്ത് അതിൻ്റെ സുപ്രീം എടുക്കാം, അല്ലെങ്കിൽ എഫിനേക്കാൾ വലിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രൽസ് എടുത്ത് അതിൻ്റെ ഇൻഫിമം എടുക്കാം. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമ്മളവിടെ സിമ്പിൾ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു റിസൾട്ടിലൊക്കെ അറിയാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലെമ്മ 6 ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് φnഉം ψnഉം കൺസിഡർ ചെയ്തു. കൂടാതെ കണ്ടീഷൻ ദ ലൈസ് ബിറ്റ്വീൻ എഫ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദീസ് ടു സീക്വൻസ്, φnനും ψnനും ഇടയിലാണ് എഫ് എന്ന് പറയുന്നത്. കൂടാതെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ ψn മൈനസ് φn ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു സീക്വൻസിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ലെബേഗ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസസ് കൺവേർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, പകരം ഇങ്ങനെ ഇടയിൽ ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കണ്ടെത്തുമ്പോൾ നമുക്ക് ലെമ്മ 6 അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ φnഉം ψnഉം ഒരാൾ ലെഫ്റ്റിലുള്ള ആൾ ഇൻക്രീസിങ്ങും റൈറ്റിലുള്ള ആൾ ഡിക്രീസിങ്ങും ആയിരിക്കണം. അത് നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സിമ്പിൾ ഫംഗ്ഷൻ നെയിം ചെയ്യും. ഒന്ന് μn, അത് ബ്രാക്കറ്റ് താഴെ എഴുതിയിട്ടുണ്ട്, μn ഈക്വൽ ടു മാക്സിമം ഓഫ് φi. അതിങ്ങനെ നമ്മൾ കണ്ടെത്തിയ φiസിൽ മാക്സിമം φi എന്ന് കൊടുക്കുന്നു. 1 ലെസ് ആർ ഈക്വൽ ടു i ലെസ് ആർ ഈക്വൽ ടു n. അതിനർത്ഥം μ1 പറഞ്ഞാൽ φ1, μ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ1ൻ്റെയും φ2ൻ്റെയും മാക്സിമം. φ1ൻ്റെയും φ2ൻ്റെയും മാക്സിമം എന്തായാലും φ1നേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കും. μ3 എന്ന് പറഞ്ഞാൽ φ1ൻ്റെയും φ2ൻ്റെയും φ3യുടെയും മാക്സിമം. അപ്പോൾ അത് φ1നും φ2നേക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. അതിനർത്ഥം μ1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു μ2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു μ3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. ദാറ്റ് മീൻസ് μn എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഇനി റിവേഴ്സ് എടുക്കാൻ വേണ്ടി ψnൻ്റെ കേസിൽ എടുക്കുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടത് η(n) ഈക്വൽ ടു മിനിമം ഓഫ് ψi വേരിയേഷൻ 1 ലെസ് ആർ ഈക്വൽ ടു i ലെസ് ആർ ഈക്വൽ ടു n. ദാറ്റ് മീൻസ് η1 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ψ1, η2 എന്ന് പറയുന്നത് മിനിമം ഓഫ് ψ1, ψ2. അപ്പോൾ അതെന്തായാലും ആരേക്കാൾ കുറവായിരിക്കും, ψ1നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ അവിടെ ആരായിരിക്കും വലുത്, ψ1 ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ η1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു η2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. അപ്പോൾ അത് കുറയാണ്. ദാറ്റ് മീൻസ് η(n) എന്ന് പറയുന്നത് ഡിക്രീസിങ് കേസാണ്. അപ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യാമെന്നാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. അത് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഇത് ഡിക്രീസിങ്ങും ഇൻക്രീസിങ് കേസ് ഇല്ലെങ്കിലാണ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 ന്യൂ സീക്വൻസസ് കിട്ടി. അപ്പോൾ വീണ്ടും പേര് φn ψn തന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കൊടുക്കുകയാണ് പേര്. ശ്രദ്ധിക്കുക, അത് റീപ്ലേസിങ് മാത്രമാണ്, അല്ലാതെ ഈക്വൽ ആക്കുകയാണല്ല അർത്ഥം. സോ we can find 2 sequences of simple functions. One is increasing and other is decreasing, and our f is lies between these two. കൂടാതെ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ ψn മൈനസ് φnൻ്റെ വാല്യൂ 0 ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ലെമ്മ 6 എല്ലാ കണ്ടീഷനിലേക്ക് എത്തി. അത് 2 സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് കിട്ടിയിരിക്കുന്നു. ഇനി സിമ്പിൾ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഓൾറെഡി അതെന്തായിരിക്കും, ഇൻറ്റഗ്രബിളാണ്. അപ്പോൾ ψnഉം φnഉം ഇൻറ്റഗ്രബിളാണ്. 1 ഈസ് ഇൻക്രീസിങ് ആൻഡ് അതർ ഈസ് ഡിക്രീസിങ് ആൻഡ് അവർ എഫ് ഈസ് ലൈസ് ബിറ്റ്വീൻ ദീസ് ടു ആൻഡ് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഓവർ ψn മൈനസ് φn ഈക്വൽ ടു 0. ഓൾ ദ കണ്ടീഷൻ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഫോർ അവർ ലെമ്മ 6. ദെൻ ബൈ ലെമ്മ 6 നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗിവൺ ഫംഗ്ഷൻ എന്തുകൂടിയായിരിക്കും, മെഷറബിലിറ്റി കൂടി ഉണ്ടാവും. കാരണം അതിൽ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്ത് മെഷറബിലിറ്റിയാണ്. സോ പോയിൻ്റ് വൈസ് ലിമിറ്റ് φn ടെൻസ് ടു f ആയിരിക്കും. ഓക്കെ,
ഫൈ എൻ ടെൻസ് ടു എഫും സൈ എൻ ടെൻസ് ടു എഫ് ആണെന്നറിയാം. പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് ഒരു വേറെ ആയതുകൊണ്ട് എഫ് എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രബിലിറ്റിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തി, മെഷറബിലിറ്റിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വളരെ രസകരമായ ഒരു നോട്ടാണ് എഫ് ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റിമാൻ ഇൻറ്റഗ്രബിൾ. അപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിലിറ്റി വേണമെങ്കിൽ ബൗണ്ടഡ്നെസ് വേണം നമുക്ക് ആലോചിച്ച് വയ്ക്കാം. ഇപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടെങ്കിൽ ലെബേക്ക് ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടെന്നും അതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റഗ്രൽ വാല്യൂ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മെഷറബിലിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രകാരം ഇപ്പം ബൗണ്ടഡുമാണ്, ക്ലോസ്ഡ് ലെബിയുടെ മെഷർ ഫൈനൈറ്റ് മെഷറാണ്. ഓക്കെ, ക്ലോസ്ഡ് ലെബിയുടെ മെഷർ ഫൈനൈറ്റ് ആണ്, ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, ഇൻറ്റഗ്രബിൾ ആണ്. അങ്ങനെ തൊട്ട് മുന്നിലുള്ള തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ മെഷറബിൾ ആയിരിക്കും. അതാണ് ഈ നോട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ.